കാര്യങ്ങൾ മൂന്നാം ഊഴത്തിൽ മോദിക്ക് അത്ര സുഖകരമല്ല. 75-ാം വയസ്സിലെ പടിയിറക്കത്തെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി എന്നതൊഴിച്ചാൽ മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ജനങ്ങൾ ഒട്ടും ഓക്കെ അല്ല. അതുകൊണ്ട് 11-ാം വർഷവും പിന്നിടുമ്പോൾ സംസ്ഥാനങ്ങളിലെല്ലാം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മണിപ്പൂർ കലാപത്തെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ വിമാനം കയറി അമേരിക്കയിൽ പോയതിനുള്ള തിരിച്ചടി ഇപ്പോൾ ട്രംപിൽ നിന്നും നേരിടുകയുമാണ്. പക്ഷേ അപ്പോഴും മണിപ്പൂർ കലാപത്തിൽ ആരൊക്കെ എന്തൊക്കെ ഇല്ലാതായാലും ശരി, അതൊന്നും മോദിയെ പിടിച്ചു കുലുക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തോട് അതിർത്തി പങ്കിടുന്ന നേപ്പാളിൽ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കുകയും പാർലമെന്റ് മന്ദിരത്തിന് തീയിടുകയും ചെയ്ത ജൻസികൾ കലാപങ്ങൾ ഒരു രാജ്യത്തെ കത്തിച്ചാമ്പലാക്കുകയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ ഭാര്യയെ വരെ ചുട്ടുകൊല്ലുന്ന തരത്തിലേക്ക് നീങ്ങിയ ആക്രമണത്തിന് സമാനമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് ലഡാക്കിൽ അരങ്ങേറുന്നത്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാവുകയും സ്വന്തമായി സ്വാതന്ത്ര്യത്തോടെ ഭരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിൽ നിന്നും വേർപെട്ട് ലഡാക്ക് കേന്ദ്രത്തിന് അടിമപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാശ്മീരിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കട്ടായം പിടിച്ചത് കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നനങ്ങിയതും ഇന്നിപ്പോൾ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യുന്നത്. എന്നാൽ ലഡാക്കിന്റെ കാര്യത്തിൽ തങ്ങളെയും സംസ്ഥാനമാക്കണമെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്കും ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ യുവനിര മുഴുവൻ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാന പദവി നൽകുക, ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂൾ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നിൻ പ്രദേശങ്ങളിലെ പട്ടികവർഗക്കാർക്ക് സ്വയം ഭരണത്തിനുള്ള നടപടികൾ നൽകുന്ന ഒന്നുമാണ്. എന്നാൽ ഇതൊന്നും അവർക്കിന്നില്ല. അതുകൊണ്ടാണ് അവർ സംഘടിച്ചത്. സമാധാനപരമായി നീങ്ങുന്ന നിരാഹാര സമരം കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൻസികൾ കലാപം തുടങ്ങുകയായിരുന്നു. അവിടെയാണ് BJP ഓഫീസിനെ തീയിട്ട് ഇല്ലാതാക്കിയത്. എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നുണ്ട്: യുവത ഉണരണമെന്ന്. നമ്മുടെ രാജ്യത്തെ അട്ടിമറികൾക്കെതിരെ യുവത നിലകൊള്ളണം തുടങ്ങിയ കാര്യങ്ങൾ അടിവരയിട്ട് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ BJP പറയുന്നത് ലഡാക്കിലെ കലാപഭൂമിയാക്കിയതിന് ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. കലാപത്തിന്റെ കാരണക്കാരനാക്കി രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ചുകൊണ്ട് കേസെടുക്കാനുള്ള പുറപ്പാടിലേക്കും അവർ നീങ്ങുകയാണ്. എന്നാൽ അതേസമയം രാജ്യവും രാജ്യാതിർത്തിയും സംസ്ഥാനത്തിന്റെ സ്വയം ഭരണാവകാശവും ഒക്കെയായി ബന്ധപ്പെട്ട് ലഡാക്ക് വിഷയത്തിൽ ഒരക്ഷരം ശശി തരൂർ ഇതുവരെ മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കളിയിൽ പോലും പാകിസ്ഥാൻ കളിക്കാർക്ക് പഹൽഗാം വിഷയം ഉയർത്തിക്കാട്ടി ഇന്ത്യൻ കളിക്കാർ കൈ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരെ അഭിപ്രായങ്ങൾ വലിയ ലേഖനങ്ങളായി പ്രസിദ്ധീകരിച്ച തരൂർ പുതിയ കാല ജൻസി കലാപത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണിപ്പോൾ ഇക്കാര്യത്തിൽ തരൂരിനോട് ചോദിക്കാനുള്ളത്. രാജ്യം ഭരിക്കുന്നവർക്കെതിരെ ഒരു രാജ്യത്തിന്റെ യുവത തിരിയുക എന്നത് ഒട്ടും ശുഭകരമായ കാര്യമല്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓർക്കണം. അല്ലെങ്കിൽ ചുവട് പിഴക്കുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ ഒടുക്കം കാശ്മീരിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടതുപോലെ ലഡാക്കിലും സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടി വരും. അപ്പോൾ മോദി എന്ന പ്രധാനമന്ത്രിക്ക് സുപ്രീം കോടതിയെ അനുസരിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പോക്ക് ഒട്ടും ശുഭകരമല്ല എന്ന് പറയേണ്ടി വരുന്നത്.